ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്ന് ഒരു ബോഡിക്ക് 4000 രൂപ കിട്ടും. പിന്നെ 58 ലക്ഷം 2022 അടിച്ചു മാറ്റി 1.5 കോടി ഈ 2023 അടിച്ചു മാറ്റി എന്നാ പറഞ്ഞത്. അപ്പൊ ഒരാൾ മരണപ്പെട്ടാൽ ഏതൊരു നാട്ടുകാരായിക്കോട്ടെ അത്രയും സൗഹാർദ്ദം ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് ഭരണാധികാരികൾ. പൈസ കിട്ടുന്നുണ്ട്, അത് ശവന്തിക്കാണ് കിട്ടുന്നത്, കൗൺസിലേറ്റ് നമുക്ക് ആർക്കും തരില്ല. അതൊരു വളച്ചൊടിച്ചിട്ട് പൈസ കിട്ടുന്നതാക്കി. നമസ്കാരം. നമ്മുടെ രാജ്യത്തിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് പ്രവാസികളാണ്. പ്രവാസികൾ നൽകുന്ന സമ്പാദ്യം അതാണ് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകം എന്നത് നമുക്കൊക്കെ അറിയാം. പക്ഷേ പലപ്പോഴും നിർഭാഗ്യവശാൽ പല പ്രവാസികളും ആ പ്രവാസ ലോകത്ത് മരണപ്പെടുന്നു. പിന്നീട് അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എപ്പോഴും നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ ഒട്ടുമിക്ക പ്രവാസികൾക്കും സുപരിചിതമായിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത് അഷ്റഫ് താമരശ്ശേരിയുടേതാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവിടെ ഇപ്പോൾ അദ്ദേഹം എത്താനുള്ള കാരണം ഇന്നിപ്പോ ദുബായിൽ നിന്ന് എത്തിയിരിക്കുകയാണ് അല്ലെ? ഇന്നലെ, അതായത് വെറും 2 ദിവസം കൊണ്ട് ദുബായിൽ നിന്ന് പെട്ടെന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് ഒരു ഗുരുതരമായിട്ടുള്ള വിഷയം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് പ്രവാസികളുടെ മരണശേഷം അവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു യൂട്യൂബർ നടത്തിയിട്ടുള്ള പ്രതികരണം അത് ഇത്തരത്തിൽ സഹായം നൽകുന്ന ആളുകൾക്ക് നേരെയുള്ള ഒരു ആരോപണമായി മാറുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ എന്നത് അദ്ദേഹം തന്നെ നമ്മളോട് കൂടുതൽ വ്യക്തമാക്കും. സർ, എങ്ങനെയാണ് ഈ ഒരു പ്രശ്നം സാറിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്? എന്താണ് പ്രശ്നം? പ്രശ്നം എന്ന് വെച്ചാല് ഇവര് 3 ആളാണ്. അവർ വിട്ട് ഈ സോനാപൂർ, ദുബായ് എന്നൊരു സ്ഥലത്ത് സോനാപൂര് ഒരു മരണപ്പെട്ട ഒരാളെ ബോസിന് 400 മുതൽ 1000 ദിർഹംസ് വരെ കിട്ടും ബോസിന്. അത് അൽക്കൂസ് പോയിട്ട് വാങ്ങിച്ചു വരാം, അതിന് 150 റുപ്യ വണ്ടി കൊടുത്താൽ മതി. അത് വളരെ തെറ്റാവിൽ പ്രചരിപ്പിച്ച്, അതായത് ഇപ്പം വാങ്ങുന്ന, അതായത് ഒരു പ്രവാസി മരിച്ചു കഴിഞ്ഞാൽ അവരെ ഹെൽപ്പ് ചെയ്യുന്നവര് പറയുന്ന പണമല്ല ഇത്തരത്തിൽ ആവശ്യമായി വരുന്നത് എന്നുള്ള ഒരു പ്രചരണമാണ് അവർ നടത്തിയിരിക്കുന്നത്. അതിന് ഈ മരണപ്പെട്ട ആളുകളെ ബന്ധുക്കളാണ് പൈസ എടുക്കുന്നത്, അവരാണ് ബില്ല് വാങ്ങുന്നത്. അവിടെ ഗവൺമെന്റ് ഫിക്സഡ് റേറ്റ് ഉണ്ട്. പിന്നെ അൽക്കൂസ് കൊണ്ടുപോയിട്ട് ഒരു ബോസ് ഇവിടുന്ന് ഫിറ്റ് ചെയ്യാൻ ഇവര് സമ്മതിക്കൂല. ഇവര് പല കള്ളക്കടത്ത് വില എന്തോ ആസൂത്രണം ഉണ്ടാൽ മതി, അതാക്കി ഇവർ അങ്ങനെ പറഞ്ഞത്. എന്റെ അഭിപ്രായമാണ്. ഞാൻ 10-25 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു അഭിപ്രായം വെച്ചാണ് ഞാനിത് പറയുന്നത്. അപ്പൊ അവർ പുറത്ത് പെട്ടി കൊണ്ടുവന്നിട്ട് അതിൽ മയ്യത്ത് കയറ്റി കൊണ്ടുപോകും. പല പരിപാടികൾക്ക് നടക്കും, കുറെ സിനിമയിലൊക്കെ പല പരിപാടി നടക്കാൻ കഴിയും. പിന്നെ രണ്ടാമത് പറഞ്ഞത് ഇന്ത്യൻ കൗൺസിലേറ്റിൽ നിന്ന് ഒരു ബോഡിക്ക് 4000 രൂപ കിട്ടും. പിന്നെ 58 ലക്ഷം 2022 അടിച്ചു മാറ്റി 1.5 കോടി ഈ 2023 അടിച്ചു മാറ്റി എന്നാ പറഞ്ഞത്. മനസ്സിലായോ? അത് 100% തെറ്റ്. അത് തെളിയിക്കേണ്ട കടമ ഇവരുതാ. പിന്നെ ഇത്രയും നല്ലൊരു സ്ഥലമാണ് ഈ ദുബായ്. അവിടെ ഇത്രയും ലക്ഷങ്ങൾ മലയാളികളുണ്ട്. എല്ലാ മലയാളികൾക്കും ഇത് പ്രശ്നമാണ്. അപ്പൊ ഒരാൾ മരണപ്പെട്ടാൽ ഏതൊരു നാട്ടുകാരായിക്കോട്ടെ അത്രയും സൗഹാർദ്ദം ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് ഭരണാധികാരികൾ. ഒരു ബോഡിനോട് ഒരു ആദരവ് കാണിക്കും. ഇവര് പറഞ്ഞ ശവം തീയതികളാ. ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോയിൽ ലൈവിൽ പറഞ്ഞിരുന്നു, അങ്ങനെ പൈസ കിട്ടുന്നുണ്ട്, അത് ശവന്തിക്കാണ് കിട്ടുന്നത്, കൗൺസിലേറ്റ് നമുക്ക് ആർക്കും തരില്ല. അതൊരു വളച്ചൊടിച്ചിട്ട് പൈസ കിട്ടുന്നതാക്കി. ഇത് വീഡിയോ കാണുന്നവർക്ക് ഇത് മനസ്സിലാവും. ഇത് നമ്മളെ കേരള മുഖ്യമന്ത്രി വന്ന് കണ്ട് സെക്രട്ടറിക്ക് പരാതി കൊടുത്ത്, നോർക്കൽ സെക്രട്ടറി പരാതി കൊടുത്ത് ഇനി DGP എടുത്ത് പോവുക. DGP വിളിച്ച് പറഞ്ഞത് അവിടെ പോയി അവിടെ പരാതി എടുക്കിയിട്ട് 100% അന്വേഷിച്ചിട്ട് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവന്ന് കേരള സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ഇത് 28 സ്റ്റേറ്റുകളുള്ള സ്ഥലമാണ് ഇന്ത്യ, ഒരൊറ്റ സ്ഥലമുള്ളൂ കേരളം. 27 പുറമാ. ഇത് മലയാളികൾ നല്ലോണം ജീവിക്കുന്ന രാജ്യത്ത് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാക്കുന്ന ആളെ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിനുള്ള പരാതി കൊടുത്തത് മുഖ്യമന്ത്രിയും DGP കേരള DGP തീരുമാനം എടുക്കുന്നുണ്ട്. അവരിങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനമായിട്ട് എന്താണ് കരുതുന്നത്? അവര് ഇന്നലെ വെഞ്ഞാൽ വീഡിയോ ആള് പറഞ്ഞോ, ഏതൊരു സംഘടനയുടെ പേര് ഇവര് പറയുന്നുണ്ട്. പിന്നെ ഇത് വലിയൊരു കഫ്തീരിന്റെ മുതലാളിനെ പറയുന്നുണ്ട്, പേര് പറയുന്നില്ല. അപ്പൊ അവർക്കൊക്കെ എന്തോ രീതിയിൽ ആ കാര്യം ഉണ്ടാവും. കാര്യമില്ല, അവരിത് ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ, കുറെ സോഷ്യൽ വർക്കർമാരുണ്ട് പാവപ്പെട്ട, അവര് ജോലിയും കാര്യം ഒഴിവാക്കിയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഇതുവരെ ഒരാള്, എനിക്ക് ഇന്ത്യ ഗവൺമെന്റ് 150 കോടി ജനങ്ങളുടെ ഒരു പ്രവാസികൾ എന്ന ആളാണ്. അപ്പൊ ഇതിന് മുൻപിട്ട് ഇറങ്ങേണ്ട കാര്യം ഇന്ത്യയുടെ കാര്യം, ഇത് തെളിയിക്കേണ്ട കാര്യം. ഇത് തെളിയിക്കാൻ ഏതറ്റത്തും പോകും. ഇനിയിപ്പോ ഇതില് വിദേശകാര്യ മന്ത്രാലയത്തിൽ അയച്ചിരിക്കുന്നത്, മെയിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവര് പൈസ വയ്യിൽ ആരാണ്, ഏത് സംഘടനക്കാരാണ്, ആരാ പൈസ അടിച്ചു മാറ്റി ഇവർ പുറത്തുകൊണ്ടിട്ട് ഇവര് പറയുന്നത് വെച്ചാല് ആളെ ഞങ്ങൾക്കറിയാം, ദുബായിൽ നിന്ന് പറയാൻ പറ്റില്ല, കേരളത്തിൽ നിന്ന് പറയാൻ പറ്റുമോ പറഞ്ഞത് 2 ആഴ്ചയെ പറഞ്ഞിട്ട്. ഞാനത് പറഞ്ഞിട്ട് പറയാച്ച് മിണ്ടാണ്ട് ഇതേ നിന്ന് പറയാത്തത് കൊണ്ടാണ് ഇപ്പൊ മുഖ്യമന്ത്രി പരാതി കൊടുത്തത്. ഒരു കേരളത്തിൽ പറയട്ടെ, ആളെ കൊണ്ടുവരട്ടെ, ആരാ പൈസ അടിച്ച് മാറ്റിയത്. അവരെല്ലാം മാറ്റിയിട്ടുണ്ടാവും, മാറ്റിക്കൊണ്ടല്ല അവര് പറയുന്നത്. അവരെ ആൾക്കാർ മാറ്റിയിട്ടുണ്ടാവും. അവര് പറയുന്നത് പ്രകാരം, അതായത് മയ്യത്ത് വിറ്റ് കോടികൾ തട്ടിയെടുത്തു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്.
അത് തട്ടിയെടുത്ത് അവരായിരിക്കും, അല്ല അവർ ആളെ കൊണ്ടുവരട്ടെ, ആളറിയില്ലേ. ഇപ്പൊ ഇവിടെ നമ്മളെ കേരളത്തിൽ തന്നെ എന്തൊക്കെ പോലീസ് സംവിധാനം ഉണ്ട്. അല്ലെങ്കിൽ വായുത്തിൽ എടുത്താൽ പറയണ്ടേ ഇ ഡിക്ക് കൊടുക്കണം, ഇ ഡി വന്ന് അന്വേഷിക്കട്ടെ. ഇ ഡിനെക്കാളും വലിയ ഉദ്യോഗസ്ഥന്മാരാണ് ഈ കൗൺസിലേറ്റ് എംബസിലൊക്കെ ഇരിക്കുന്നത്. ഇന്ത്യൻ കൗൺസിലേറ്റ്, ഇന്ത്യൻ എംബസി പറഞ്ഞാൽ അത്രയും പ്രവാസിക്ക് വേണ്ടിയിട്ട് അത്താണി അതേ ഉള്ളൂ. അവരെ പറ്റിയാ പറയുന്നത്. പിന്നെ ഇവര് വീഡിയോയിൽ ഇവര് പറഞ്ഞിട്ട് എംബസിയുടെ ഉദ്യോഗസ്ഥന്റെ പേരും പറയുന്നുണ്ട്. അയാളൊക്കെ നിരപരാധിയാ എന്ന് പോലും 2 ഇടുമ്പോ പാസ്പോർട്ട് അനുസരിച്ച് ഒരു മനുഷ്യനാ. അവർക്കൊണ്ടാണ് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുന്നത്. അവരെ ഒത്തിട്ടാണ് പൈസ അടിച്ചു മാറ്റിയത്. ഇപ്പൊ സാറ് ഈ പറയുന്നത് പോലെ ഒരുപാട് പ്രവാസികളുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിച്ച ഒരാളാണല്ലോ. അപ്പൊ സാറിന് അറിയാലോ കൂടുതൽ പ്രോസസ്സുകൾ എന്താണ് എന്നുള്ളത്. സാറ് വിശ്വസിക്കുന്ന, സാറ് ചെയ്തു വരുന്ന ആ ഒരു പ്രോസസ്സ് എന്താണെന്ന് കൂടെ ഒന്ന് പ്രോസസ്. നമ്മളൊരാൾ മരണപ്പെട്ടാല് റൂമിൽ നിന്നാണ് പക്ഷെ തന്നെ പോലീസിനെ വിളിക്കും. പോലീസ് വന്നിട്ട് നോക്കിയിട്ട് ഫോറൻസിക്കിന്റെ CID വരും. ഓരോ വന്ന് നോക്കി ചെക്ക് ചെയ്തിട്ട് ബോഡി മോർച്ചറിക്ക് മാറ്റും. മോർച്ചറിക്ക് മാറ്റിയിട്ട് ചെക്ക് ചെയ്യും. എന്തായാലും 1-2 ദിവസം പിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലെറ്റർ തരും. എന്നിട്ട് നമ്മൾ ആദ്യം ഡെസർട്ടിൽ എടുക്കണം, പിന്നെ ഇമിഗ്രേഷനിൽ പോകണം, പിന്നെ നമുക്ക് ഇന്ത്യൻ കൗൺസിലേറ്റ് പോകണം, കാർഗോയിൽ പോകണം, എയർപോർട്ടിൽ പോകണം. ഇതൊക്കെ ചെയ്യാനുണ്ട്. എന്തായാലും 1 ദിവസം 2 ദിവസം. ഇവർ പറയുന്ന 1/2 ദിവസം കൊണ്ട് ബോഡി കയറ്റും. അങ്ങനെ ദുനിയാവ് നടക്കില്ല. നമ്മൾ ഡൽഹിയിൽ മിലിറ്ററിക്കാരെ വെച്ചാൽ 1/2 ദിവസം ഇവിടെ എത്തുമോ? ഇതിന്റെ മിലിറ്ററിക്കാരെ വെച്ചാൽ വെറുതെ ആൾക്കാരെ പ്രചരിപ്പിച്ചിട്ട് ഇതിന്റെ വലിയൊരു ലോബി ഉണ്ട്. ഇവരുടെ ബാക്കിൽ ഒരു ലോബി ഉണ്ട്. അല്ലാണ്ട് ഇവരൊരു കാരണവശാലും ഇത് വിടൂല. ഇവര് പൈസ കിട്ടിയിട്ട് അവിടുന്ന് ഇവിടുന്ന് ചോറും ചായ കൊടുത്തിട്ട് 2000-3000 പൈസ വാങ്ങിച്ചിട്ട് ബ്ലോഗ് ചെയ്യുന്ന ആളുകളാ. മനസ്സിലായെങ്കിൽ ഇതല്ലാണ്ട് വെറുതെ ചെയ്യുന്നവരല്ല. അപ്പൊ ഇവര് തന്നെ പറയുന്നുണ്ട് ഈ പൈസ ഇട്ടാണ്ട് എന്തോ ചെയ്യുമെന്ന്. ആ പൈസ ഇട്ടിട്ടല്ലേ ഇവർ ചെയ്ത്, അല്ലേ? കാശ് ഇട്ടാണ്ട് ഇവർ ചെയ്യൂല. അവർ പറഞ്ഞു, ഇവര് തന്നെ പറഞ്ഞ് പൈസ ഇട്ടിട്ടേ ചെയ്യുമെന്ന്. പൈസ ഇട്ടുണ്ട് അവർക്ക്. അപ്പൊ ഇതിന്റെ വഴിയിൽ പ്രവർത്തിക്കുവല എത്രയും പെട്ടെന്ന് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും പുറത്തു കൊണ്ടുവരണം. അല്ലെ ഇവർക്ക് ഇത് സത്യം അല്ലെങ്കിൽ ഇവർ കർശന ശിക്ഷ കൊടുക്കണം ഗവൺമെന്റ്. അപ്പൊ സാർ പറഞ്ഞതുപോലെ ഇതുപോലെ ഒരു പേപ്പർ പ്രോസസ്സ് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വരുന്നത് ഈ പറയുന്നത് പോലെ പെട്ടി, അതായത് 1840 ദിർഹംസ് കൊടുക്കണം ദുബായില്. 1840. പിന്നെ 2996 ദിർഹംസ് എയർ ഇന്ത്യന് കാർഗോയിൽ കൊടുക്കണം. ഇത് എയർ ഇന്ത്യ എല്ലാ സ്ഥലത്തും ഇന്ത്യക്ക് സെറ്റുള്ളൂ. ബാക്കിയുള്ള ഫ്ലൈറ്റുകൾ എല്ലാ സ്ഥലത്തും കൂടെ ഫ്ലൈറ്റുകളല്ല. പിന്നെ ബാക്കിയുള്ള ഫ്ലൈറ്റുകൾ എമിറേറ്റ്സ് കയറ്റും, ഇത്തിയാദ് കയറ്റും, പിന്നെ ഖത്തർ എയർവേസ് പോകും, ഒമാൻ എയർവേസ്. ഇവരൊക്കെ ഇവരെ വലിയ ഫ്ലൈറ്റാ. മറ്റേ ചെറിയ ഫ്ലൈറ്റുകളൊക്കെ ആളുകൾ പാസഞ്ചർ കുറവാണെങ്കിലേ ബോഡി കയറ്റും. അതിന് എമിറേറ്റ്സ് തൂക്കി 4000-5000 ആ റേഞ്ചിലോ 3500 മുകളിലേക്ക് വരും. എന്തായാലും പൈസ കൂടുതലാ. ഇത് ഏറ്റവും നല്ലത് എയർ ഇന്ത്യ തന്നെ. എയർ ഇന്ത്യ നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും 1-2 ബോഡി കയറ്റുന്ന ഫ്ലൈറ്റ് ഇന്ത്യൻ എയർ ഇന്ത്യ ഉള്ളൂ. എയർ ഇന്ത്യ നമ്മൾ വേറെ ഇതിനെ ആശ്രയിക്കാനാ? ഏറ്റവും ആള് ഫുള്ളായി പറയും ബോഡി കയറ്റാറ്. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ പല ബോഡിയും പെൻഡിങ് ആയി പോയത് അനുഭവമുള്ള ഒരാളാണ് ഞാൻ. ഈ പറയുന്ന ആളുകൾ ഒരു ബോഡി കയറ്റി വിട്ടുന്നവരൊക്കെ ഇപ്പൊ ഇവര് പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ ഒരു വീഡിയോ പറയുന്നുണ്ട് 2 ബോഡി കയറ്റിട്ടു. അപ്പൊ ഇവര് പറഞ്ഞ കണക്കിന് 8000 ദിർഹംസ് ഇവര് കിട്ടില്ലേ? ആ പൈസ കൊടുത്തോ? പിന്നെ ഇവര് പറയുന്ന സംഘടനകള് 100 കണക്കിന് ബോഡി കയറ്റി വിടുന്നുണ്ട്. ഈ പൈസ അവർ കിട്ടിയോ? ഒരു വെളിച്ചത്തുണ്ടായിട്ട് പുറത്തുണ്ടായിട്ട്. അപ്പൊ ഇതിന്റെ വഴിയിലൊരു ബിനാമികളുണ്ട്. ബിനാമികൾ പൈസ കൊടുത്തിട്ടാണ് ഇവർ ചെയ്യിക്കുന്നത്. ഏതോ സംഘടനകളായിരിക്കും. ഇന്ന് രാവിലെ വന്ന, ഇതിനു വേണ്ടി മാത്രം വന്ന. ഇന്ന് രാവിലെ വന്നാണ് നാളെ പോകും. DGP ഓഫീസിൽ വിളിച്ചിരുന്നു. അപ്പൊ ഇവിടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇങ്ങനെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി പെട്ടെന്ന് നാട്ടിലേക്ക് വരണം എന്ന തീരുമാനം എടുക്കാനുള്ള കാരണം തീരുമാനം എടുത്തത് ഇവര് പറഞ്ഞ് നാട്ടിൽ പോയിട്ട് ആളെ പറയൂ പറഞ്ഞു. അല്ല ഇവിടെ 1 ലക്ഷം ഫൈനാ, 1 ലക്ഷം ഫൈന. ഇവര് വരുന്നത് കാണുന്നില്ല. അപ്പൊ അറിയുന്നത് പ്രതികരിക്കണ്ടേ? ഈ പാവപ്പെട്ട പ്രവാസികൾ എന്ന് പറഞ്ഞാല് നമ്മളെ ഗൾഫിൽ രാവും പാലും അധ്വാനിച്ച് നമ്മളെ പാസ്പോർട്ട് പുതുക്കുന്ന പൈസ ആണ്. നമ്മളെല്ലാവരെയും പൈസ ഉത്തരവാദിത്ത. കേന്ദ്ര ഗവൺമെന്റ്, ഇന്ത്യൻ കൗൺസിലേറ്റ് എംബസിയിലെ പൈസ നമ്മളെല്ലാവരെയും പൈസ, ഒരാളെ പൈസ അല്ല, ആണോ? അപ്പൊ അത് വെറുതെ കൊടുത്തു പോകല്. അത് ആളെ പൊളിച്ചു കൊണ്ടുവരെ തന്നെ വേണോ? അതിന് ആരെങ്കിലും ഒന്ന് ഇറങ്ങണ്ടേ? വേറെ ആരും ഇറങ്ങാൻ നമ്മളെ കൊടുത്ത് കുറച്ച് ആളുകളുണ്ട്. അവര് സോഷ്യൽ വർക്കറൊക്കെ സപ്പോർട്ടാ. കാരണം എന്താ? ചെയ്യാത്ത തെറ്റിന്. ഇപ്പോൾ അവർ പറയുന്നതാണോ നമ്മൾ ഇത്രയും കാലം നല്ല ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ വീഡിയോ വിട്ടാൽ നമ്മൾ എന്തിനാണ് ആൾക്കാർ മാനസികമായിട്ട് വിഷമം വരും. ഇന്നിപ്പോ ഇവിടെ നിന്ന് ഞാനിപ്പോ ഇവിടെ തിരുവനന്തപുരത്തല്ലേ 2 ആൾ മരിച്ച് വിളിച്ചില്ല. ഞാൻ അതിന് ആൻസർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അതെന്തിട്ടാ? നമ്മൾ മനുഷ്യത്തെ വിചാരിച്ചിട്ടാ ചെയ്യുന്നത്. പിന്നെ ഇത്രയും ബോഡി കയറ്റി വിട്ട് ഈ ബോഡി കയറ്റിട്ട് ഏതെങ്കിലും ഒരാള് 1 ദിർഹംസ് മേടിച്ചിട്ട് പറഞ്ഞാൽ പറയാൻ ചെയ്യും. അല്ല പോലീസിന്റെ പേരിൽ കേസ് എടുക്കട്ടെ. ഈ പോലീസ് എന്ത് ചെയ്യാ? ഒരാളെ ബോഡി കയറ്റിട്ട് 1 ഉറുപ്പ്യ ഞാൻ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ പോലീസിന്റെ പേരിൽ കേസ് എടുത്തോട്ടെ. അല്ലെ ഓരോ പേരിൽ പോലീസ് കേസ് എടുക്കണം. ഓരോ 3 ആൾ ജയിലാക്കട്ടെ.
അത്രയും കറക്റ്റ് സത്യവും ഉറപ്പും വിശ്വാസവും ഞങ്ങൾ തരുന്നുണ്ട്. പിന്നെ അതിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇത് എത്രയും പെട്ടെന്ന് തെളിയിക്കണം എന്നുള്ളതാണ് ചേട്ടന്റെ ആവശ്യം. ആ അതായത് നമുക്കറിയാം, ഒരു പ്രവാസി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ വീട്ടിലുള്ള ആളുകൾ എത്രമാത്രം ആദിയിലാണ് എന്നുള്ളത്. കാരണം മരണം എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷെ പലപ്പോഴും അവർ നാട്ടിൽ തന്നെ അവസാനം ഒരു നോക്ക് കാണാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടാവും പല കുടുംബങ്ങൾക്കും. പക്ഷേ പ്രവാസികളെ സംബന്ധിച്ച് അവർ തിരികെ നാട്ടിലെത്തിയാൽ മാത്രമാണ് ആ ഒരു ആശ്വാസത്തിലേക്ക് എത്തുന്നത്. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു കൂട്ടം പ്രവർത്തകർ, സാമൂഹിക പ്രവർത്തകർ പ്രവാസ ലോകത്ത് പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെയാണ് അവർ ഈ മയ്യത്തിന്റെ പേരിൽ, അതായത് മൃതദേഹത്തിന്റെ പേരിൽ കോടികൾ തട്ടിയെടുക്കുന്നുണ്ട്, വഞ്ചനയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഒരു യൂട്യൂബർ പങ്കുവയ്ക്കുന്നത്. അത് നിസാരമായിട്ടുള്ള ഒരു ആരോപണമല്ല. കേരളത്തെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് തന്നെ വലിയൊരു തട്ടിപ്പാണ് നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണമാണ്. ഇത് തെളിയിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ അടക്കം ഉത്തരവാദിത്തമാണ്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ശക്തമായിട്ട് സാമൂഹിക പ്രവർത്തനായിട്ടുള്ള അഷ്റഫ് താമരശ്ശേരി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയെ കാണാൻ എത്തിയിരിക്കുകയാണ് അദ്ദേഹം. ഇനി അങ്ങോട്ടുള്ള നിയമ നടപടികൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓരോ ചുവടുവെപ്പും.